ഒരു ഇയറിലെ ഏറ്റവും ബെസ്റ്റ് സീസൺ എന്ന് പറയുന്നത് ക്രിസ്മസ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. ഈ പ്രാവശ്യത്തെ ക്രിസ്മസിന് ഞങ്ങൾ ഹസ്ബൻഡും വൈഫും ഒന്നിച്ചിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് കുഞ്ഞി സാറിനെയാണ് ഞങ്ങൾക്ക് ഏറ്റവും മിസ്സായത് കേട്ടോ. ഷാർജയിലായതുകൊണ്ട് നമുക്ക് പാതിര കുർബാനയ്ക്ക് വരാനോ രാവിലെ തന്നെ കുർബാനയ്ക്ക് വരാനൊന്നും പറ്റിയില്ല. ക്രിസ്മസിന്റെ അന്ന് രാത്രിയിലെ മലയാളം കുർബാനയ്ക്കാണ് നമ്മൾ വന്നത്. ഇവിടെ ചർച്ചൊക്കെ അടുത്തടുത്തായതുകൊണ്ട് എല്ലാ ചർച്ചിലും ഭയങ്കര തിരക്കായിരുന്നു. ക്രിസ്മസ് ട്രീസ്, ക്രിബ്, സ്റ്റാർസ്, അതുപോലെ ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ കൊണ്ട് ചർച്ചും അതിന്റെ ചുറ്റുപാടൊക്കെ ഭയങ്കര ഒരു സെലിബ്രേഷൻ മൂഡിലായിരുന്നു. ഞങ്ങൾ ഫ്രണ്ടിലൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ക്രിസ്മസ് ക്രിബൊക്കെ കണ്ട്, പിന്നെ സൈഡിലൊക്കെ പള്ളിക്ക് പുറത്തും അകത്തൊക്കെ കേക്കൊക്കെ കുറെ പേര് വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇഷ്ടമുള്ളവർക്ക് വാങ്ങിക്കാം. അങ്ങനെ 5 വർഷത്തിന് ശേഷമാണ് ഞാനും എൻ്റെ വല്യ സാറും ഒരുമിച്ച് ക്രിസ്മസ് കൂടുന്നത്. ഞങ്ങളുടെ ചേട്ടായും ഞങ്ങളുടെ ഒപ്പം തന്നെയാണ് ക്രിസ്മസ് കൂടിയത്. കുർബാന കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ ഫ്രണ്ട്സിന്റെ വീട്ടിലോട്ട് വിട്ടു. പിന്നത്തെ സെലിബ്രേഷൻ അവിടെയായിരുന്നു. നമ്മളൊക്കെ കോളേജിൽ ഒന്നിച്ചുണ്ടായ ഫ്രണ്ട്സാണ്. വിമൻസ് പോളിടെക്നിക് കോളേജ് നെടുപുഴ. അവിടെ നിന്ന് കിട്ടിയ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഭയങ്കര ബോണ്ടിങ് ആണ് ഇപ്പോഴും. ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ബിജിയുടെ വീട്ടിലാണ് ഞങ്ങൾ കൂടിയത്. അവിടെ ഞങ്ങൾക്ക് ഒരാൾ മിസ്സായിരുന്നു, ബിജിയുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള ഞങ്ങളുടെ ആൻറ്റപ്പൻ. ഇതിൽ ഇനിയും ഒരുപാട് പേര് മിസ്സിംഗ് ആയിട്ടുണ്ട് കേട്ടോ. അവരൊക്കെ ഇത് കേൾക്കുമ്പോൾ വിചാരിക്കും അപ്പൊ ഞങ്ങളെയൊന്നും മിസ് ചെയ്യുന്നില്ലേ? അങ്ങനെയല്ല, ഇവിടെയുള്ള ഫ്രണ്ട്സിൽ ചിലരെ മിസ്സായത് എടുത്തു പറഞ്ഞതാ. എന്റെ വീഡിയോ പിടുത്തം കൊണ്ട് ക്ഷമ നശിച്ചിരിക്കുന്ന കുട്ടികളെയാണ് കേട്ടോ ഇപ്പൊ കാണുന്നത്. ക്രിസ്മസ് സെലിബ്രേഷൻ നമുക്ക് ഒന്നാണെങ്കിലും അതിന്റെ വൈബ് പല സ്ഥലത്ത് പല വൈബാണ്. ഫാമിലി ആയിട്ട് ആഘോഷിക്കുന്ന ക്രിസ്മസിന്റെ വൈബ് ഒന്നാണ്, ഫ്രണ്ട്സ് ആയിട്ട് വേറെ, സ്കൂളില് കോളേജിലൊക്കെ അത് വേറെ, ഓഫീസുകളിൽ വേറെ, അങ്ങനെ. ഇവര് നമ്മുടെ ഒരു ലവ്ലി കപ്പിൾസ് ആണ് കേട്ടോ, ആര്യ ആൻഡ് സജി. ഒട്ടും പ്ലാൻഡ് അല്ലാത്തൊരു ക്രിസ്മസ് സെലിബ്രേഷൻ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ ബിജിയുടെ വീട്ടിലോട്ട് പോകാനായിട്ട് പ്ലാൻ ചെയ്തപ്പോൾ ആര്യയും സജിയും ഇങ്ങോട്ട് പറയായിരുന്നു എന്നാ ഞങ്ങളും വരാം. അങ്ങനെ മൊത്തത്തിൽ അത് നല്ലൊരു ആഘോഷമായിട്ട് മാറി. പണ്ടത്തെ ക്രിസ്മസ് ഒക്കെ ഞങ്ങൾക്ക് കേക്കും വൈനൊന്നല്ലായിരുന്നു കേട്ടോ പ്രാധാന്യം. അതിനേക്കാളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ക്രിസ്മസ് ക്രിബ് വളരെ ക്രിയേറ്റീവായിട്ട് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളതായിരുന്നു. ഞങ്ങളുടെ വീട്ടിലും ഞങ്ങളുടെ തൊട്ടപ്പുറത്തുള്ള പ്രാഞ്ചി പേപ്പന്ന് ഞങ്ങൾ വിളിക്കുക പേപ്പന്റെ വീട്ടിലും പിന്നെ തൊട്ടടുത്ത് നിനിതയുടെ വീട്ടിലാണ് മെയിനായിട്ട് ക്രിസ്മസ് കൂടുകളെല്ലാം വളരെ ക്രിയേറ്റീവായിട്ട് ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ. ഒരു മത്സരം തന്നെയായിരുന്നു. പലപ്പോഴും ക്രിയേറ്റിവിറ്റിയുടെ കാര്യത്തിൽ നിനിതേനെ കടത്തി വെട്ടാൻ ആർക്കും പറ്റാറില്ല. ഞാനും പേപ്പനും തമ്മിൽ വേറൊരു തരം മത്സരമായിരുന്നു. അത് നിങ്ങളുടെ കുളം പോരാ, ഞങ്ങളുടെ പാടാണ് നന്നായിട്ടുള്ളത്, നിങ്ങളുടെ മലയ്ക്കൊന്ന് എടുപ്പ് പോരാ, അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ വഴക്കടിക്കുന്നു. അതൊരു രസമായിരുന്നു. പിന്നെ കുട്ടികളായിട്ടുള്ള ഞങ്ങളൊക്കെ വലുതായി വലിയവരായി, മാരേജ് കഴിഞ്ഞു പോയി. പിന്നെ ഹസ്ബൻഡ് വീട്ടില് ക്രിസ്മസ് കൂടിയിട്ടാണ് നമ്മുടെ വീട്ടിലോട്ട് വരുന്നത്. അപ്പൊ തന്നെ മത്സരിക്കാനുള്ള ആ ഒരു ചാൻസ് അവിടെ പോയി. എന്നാലും ക്രിസ്മസ് എന്നുള്ളത് ഭയങ്കര ഒരു രസകരമായിട്ടുള്ള മെമ്മറീസും വർഷത്തിലെ ഏറ്റവും നല്ലൊരു സീസൺ എന്ന് പറയുന്നതും ക്രിസ്മസ് തന്നെയാണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ഒരു കാര്യം. ബൈ ദ വേ, നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറി. ഈ ക്യാമറയ്ക്ക് പോസ് ചെയ്യുന്ന മുതലാണ് ബിജിയുടെ ആൻറ്റപ്പന്റെയും താഴെയുള്ള കുട്ടി. ആള് ഭയങ്കര ക്യൂട്ടാണ്. അതുപോലെ തന്നെ എല്ലാവരായിട്ടും പെട്ടെന്ന് ഫ്രണ്ട്ലി ആവും. അങ്ങനെ ക്രിസ്മസ് സെലിബ്രേഷൻ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് യാത്രയായി. നമ്മളല്ല, ബൈ ദ വേ, ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. ഞാൻ എന്റെ ബിജിയുടെ കൂടെ 2 ദിവസം സ്പെൻഡ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ളതാ. ഞങ്ങള് ഫ്രണ്ട്സൊക്കെ കൂടിയ അങ്ങനെ സംസാരങ്ങൾക്കൊന്നും അവസാനം ഉണ്ടാവാറില്ല. സംസാരിച്ച് സമയം തികയാതെ വരും. നെക്സ്റ്റ് 2 days അടിച്ചു പൊളിക്കാലോ എന്നുള്ള സന്തോഷത്തില് ഇപ്പൊ ബായ് പറയുന്നു. ബൈ.